ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോവാം കേട്ടോ. അന്ന് നമ്മൾ അലി സഹറിൻ്റെ കഥയാണ് പഠിച്ചത്. സഹറിൻ്റെ ഷൂ മിസ്സാവണതും അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഷൂ വെച്ചിട്ട് ഉപയോഗിക്കുന്നതും അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് ആ ഒരു ഫിലിമിൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അങ്ങനെ ആ ഒരു സിനിമ അവരുടെ രസകരമായ അനുഭവങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു ഫിലിമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ബാക്കി നോക്കാം കേട്ടോ. ഫിലിം കി കഹാനി സുനने में तो बड़ी സാധാരണ ലഗ്തി ഹൈ. ഈ ഫിലിമിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് തോന്നും. पर जिस असाधारण तरीके से इस कहानी को निर्देशक മാജിദ് മജീദി ने पर्दे पर उतारा है. എന്നാൽ അസാധാരണ വഴികളിലൂടെയാണ്, അസാധാരണമായ രീതിയിലൂടെയാണ് ഈ കഥയെ സംവിധായകൻ മാജിദ് മജീദി സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മാജിദ് മജീദിയാണ് കേട്ടോ ഈ ഒരു സിനിമൻ്റെ ഡയറക്ടർ, നിർദ്ദേശകൻ. ഓക്കെ, വോ കാബിലെ താരീഫ് ഹേ, ആ കഴിവ് പ്രശംസനീയമാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ്. വേ ഏക് ജാദൂഗർ കി തരഹ് ദർശകോം കോ ഫിലിം കെ ജാദു സെ ബാന്ദ് കർ രഖ്തേ ഹൈ. അത് ഒരു മാന്ത്രികനെ പോലെ കാണികളെ സിനിമയുടെ മാസ്മരികത കൊണ്ട് അദ്ദേഹം ഒരു മാന്ത്രികനെ പോലെ സിനിമയിൽ അങ്ങനെ ബന്ധിപ്പിച്ച് നിർത്താണ് ആ കാണികളെ. ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്താണ്. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും നല്ല അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ഫിലിമാണ്. और उनके साथ यह समझ बांटते हैं कि ज़रूरी नहीं कि सब कुछ होने पर ही ഇൻസാൻ ഖുഷ് ഹോ. അതിനോടൊപ്പം ഇതും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ ഒരു വ്യക്തി എല്ലാം ഉണ്ടായതിനു ശേഷം ഒരു മനുഷ്യന് സന്തോഷവാനായിരിക്കണമെന്നില്ല എന്നുള്ള ഒരു സംഭവം കൂടി ആ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ബൽക്കി ഏക് ചോटे से आम भाषा में गरीब कहे जाने वाले परिवार में भी रिश्ते सुंदर और गहरे हो सकते हैं. बल्कि മറിച്ച് ഏക് ചോटे से ഒരു ചെറിയ, ആം ഭാഷാമേ ഗരീബ് കഹേ ജാനേ വാലേ സാധാരണ ഭാഷയിലും ദരിദ്രരെന്ന് പറയുന്നവർ അവരുടെ കുടുംബത്തിൽ, ജാനേവാലെ പരിവാർ മേബിയും ദരിദ്രരെന്ന് പറയുന്നവരുടെ കുടുംബത്തിലും, റിഷ്തേ സുന്ദർ ഔർ ഗഹരേ ഹോ സക്തേ ഹേ അവരുടെ കുടുംബ ബന്ധം എന്തായിരിക്കും? സുന്ദരവും ആഴമേറിയതുമായിരിക്കും. യേ സുന്ദർ ഇൻസാനി റിഷ്തേ ഹി ഏക് പരിവാർ കേ. ഈ സുന്ദരമായ മനുഷ്യബന്ധം തന്നെയാണ് ഏക് പരിവാർ കെ സുഖി ഔർ ഖുഷ് ഹോനെ കാ അസ്ലി കാരൺ ഹേ. ഒരു കുടുംബത്തിന് സുഖവും സന്തോഷവുമായിരിക്കാൻ യഥാർത്ഥ കാരണം. ആ ഒരു നല്ല ബന്ധമാണ് ഒരു കുടുംബത്തിന് നല്ല സുഖവും സന്തോഷമായിരിക്കാനുള്ള യഥാർത്ഥ കാരണം. ചലിയേ ഫിലിം കെ ബാരേ തോ മേംനെ അപ്നി ബാത് രഖ് ലി. ഇനി ഫിലിമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി എൻ്റെ അഭിപ്രായം ആ ഫിലിം കെ ബാരെ മേം തോ ഫിലിമിനെക്കുറിച്ച് മേം അപ്നി ബാത് രഖിലി, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അഭിപ്രായം പങ്കുവച്ചു, രേഖപ്പെടുത്തി. അബ് സമീർ സെ ജൂഡി യാദേമി തുംസെ ബാണ്ടിലോ. ഇനി സമീറുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ ഈ ഒരു ലേഖനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, കുട്ടിക്കാലത്ത് ഒരു സമീർ എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആദ്യം ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇനി ആ സമീറുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. ഇഹ് ബാത്ത് ഹേ പഹലി യാ ദൂസരി കക്ഷാഹി. ഒരു കാര്യമാണ് അത്. ഒന്നാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു കാര്യമാണ്. തബ് മേം ഔർ സമീർ एक ही स्कूल में पढ़ा करते थे. അപ്പോൾ ഞാനും സമീറും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അക്സർ ഐസാ ഹോത്താദ, പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. എന്തെന്നാൽ കക്ഷാമേം കബി കിസി കാ പെൻ ഖരാബ് ഹോ ജാത്താദ, ക്ലാസ്സിൽ എപ്പോഴെങ്കിലും
ചിലപ്പോൾ എന്ത് ചെയ്യും, ആരുടെയെങ്കിലുമൊക്കെ പേന നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഹോ കോയി അപ്പന പെൻ ഭൂൽ ആത്താത, അല്ലെങ്കിൽ പേന മറന്നിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ സ്കൂൾക്ക് വരുമ്പോൾ പേന മറന്നു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേന നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. മേരെ സാത്ത് ബി കബി കബി ഐസാ ഹി ഹോത്താത, എനിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. അബ് ജബ് സാമനെ ഘടി ടീച്ചർ ഹാത്ത് മേ डंडा लिए इमला लिखवाए तो किसी को भी डर लगेगा. अब जब सामने गड़ी ടീച്ചർ ഹാത്ത് മേ, അപ്പോൾ കയ്യിൽ വടിയുമായി നിൽക്കുന്ന ടീച്ചറെ നീ കാണുമ്പോൾ കിസി കോ ബി ഡർ ലഗേഗ, ആരാണ് പേടിക്കാതിരിക്കുക, ആർക്കാണ് ഭയമില്ലാതിരിക്കുക. പേന കൊണ്ടുവരാതെ കയ്യിൽ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കയ്യിൽ വടിയും പിടിച്ച് നിൽക്കുന്ന ടീച്ചറെ കാണുമ്പം ആർക്കാണ് പേടി തോന്നാതിരിക്കുക. പർ മാർ ഖാനെ സേ ബച്ചിനെ കീലിയേ, പക്ഷേ എന്നാൽ അടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹം ദോനോംനെ മിൽക്കർ ഏക്ക് തർക്കീബ് നിക്കാലി ദി, ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പേനയില്ല, ഞാൻ ടീച്ചർ തല്ലു വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആ ഒരു അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹം ലോഗ് ജൈസെ തൈസെ മിൽ ഭാണ്ഡ്കർ ഏക് പെൻസെ കാം ചലാ ലേത്തെ ദേ, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെയോ ചേർന്ന് ഒരു പേന കൊണ്ട് തന്നെ എഴുതിയിരുന്നു. ഏക് ലൈൻ വോ അപ്പനി കാപ്പി മേം ലിഖ്ത, ഒരു ലൈന് അവന് തൻ്റെ കോപ്പിയിലേതും, തോ ദൂസരി മേം, രണ്ടാമത്തെ ലൈന് ഞാനും. ആദ്യം ഒരാൾ ഒരു വരി എഴുതും, പിന്നെ അടുത്ത ആൾ രണ്ട് വരി, രണ്ടാമത്തെ വരി അടുത്ത ആൾ എഴുതും. ഇസ്മേം ദോടി ദിക്കത്ത് തോ ഹോത്തി ദി, ദിക്കത്ത് തോ ഹോത്തി ദി, ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പർ മസ ബി ആത്താദ, എന്നാൽ എന്തുണ്ടായിരുന്നു, അതൊരു രസമായിരുന്നു. ഒരാൾ യൂസ് ചെയ്തിട്ട് അടുത്ത ആൾ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സംഭവം, എന്നാലും ഭയങ്കര രസമുണ്ടായിരുന്നു. ഔർ ബി കൈ ചീസേം ദീം ജോ ഹം മിൽ ബാണ്ട്കർ ഇസ്തേമാൽ കർത്തേതേ, ഇനിയും ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എക് അജീബ് സിഹി ഖുഷി മിൽത്തി ദി ഐസാ കർണേമേം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിചിത്രമായ സന്തോഷം ലഭിച്ചിരുന്നു. യഹ് ഫിലിം ദേഗ് കർബി, ഈ ഫിലിം കണ്ടപ്പോഴും മുജെ വൈസിഹി ഖുഷിക എഹ്സാസ് ഹുവ, എനിക്ക് അങ്ങനെയുള്ള ഒരു സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ കുട്ടിക്കാലത്ത് അവർ പേന രണ്ടാളും ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ, ആ ഒരു സന്തോഷമാണ് അന്നുണ്ടായിരുന്ന ഒരു സന്തോഷമാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, വളരെ രസകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സന്തോഷമാണ് ഈ ഒരു ജന്നത്ത് കെ ബച്ചെ എന്നുള്ളൊരു ഫിലിം കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് തോന്നിയത്. ആ ഒരു സന്തോഷം ഇവർ ഷൂ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു അന്നത്തെ പേന ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായുള്ള ആ സന്തോഷം ഈ ഒരു ഫിലിം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ കുറച്ച് വേർഡ് മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.